ഹലോ. അപ്പോൾ നമ്മൾ രാവിലെ റെഡി ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച ആ ഒരു ക്ഷീണം കൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. സമയം ഏകദേശം 8 മണിയൊക്കെ ആയിട്ടാണ്. എന്നിട്ടും ഭയങ്കര വെയിലാണ്. ആ സമയമായിട്ട് പോലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് അങ്ങോട്ട് ഇറങ്ങിയതല്ല. പിന്നെ ആ വഴിക്ക് പോയപ്പോഴത്തേക്ക് നമ്മൾ കുര്യച്ചൻ്റെ അവിടെ നിന്ന് കയറി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച്. ജാൻ്റെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇതിന് മുന്നേ ഞാൻ ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു തവണയും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ അധികം നാളായിട്ടാണ് ഇതിലൂടെയൊക്കെ ഇങ്ങനെ പോവുമെങ്കിലും ഇവിടെ അങ്ങനെ കയറി പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒന്ന് അങ്ങനെ തോന്നിയപ്പോഴത്തേക്കും വന്ന് പിന്നെ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് കത്തിച്ച് നമ്മൾ 3 പേരും പ്രാർത്ഥിച്ചാട്ടാ. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയേ. പിന്നെ നേരെ വന്നത് ജാനിന് ഫോട്ടോ കൊച്ചിയിൽ പോകണം പറഞ്ഞപ്പോൾ അങ്ങോട്ടൊന്ന് കൊണ്ടുവന്നിട്ടാ. പക്ഷേങ്കിൽ അവിടെ പോയി കളിക്കാനൊന്നും പറ്റില്ല, നല്ല വെയിലായിരുന്നു കേട്ടോ. രാവിലെ ആയിട്ടുള്ളെങ്കിലും ഭയങ്കര വെയിലായിരുന്നേ. പിന്നെ നമ്മൾ ആ തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ നല്ല തണലൊക്കെ ഉണ്ടായിരുന്നത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടെ ഇരിക്കുന്ന നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടേക്കൊന്നും കയറിപ്പോയില്ല. കുറച്ച് നേരം നമ്മളിവിടെ ഇരുന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ടാണ് നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പിന്നെ നമുക്ക് കറിക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി കറി വയ്ക്കാൻ എന്തെങ്കിലും പിന്നെ വാങ്ങിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ കറിക്കും കൂടെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടാണ്. പോണ വഴിക്ക് വല്ല മീനും നോക്കി വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് പോളക്കണ്ട മാർക്കറ്റിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങോട്ട് വരുന്നത്. ഇതിന് മുന്നേ വന്നിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ അത്യാവശ്യം കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മീൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എനിക്ക് മീൻ വേണ്ട, പോത്തിറച്ചി മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് 1/2 കിലോ പോത്തിറച്ചിയും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടാ. പിന്നെ വന്ന് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, അതൊന്ന് ജ്യൂസാക്കിയിട്ട് പിന്നെ മുട്ട പുഴുങ്ങിയതും പിന്നെ വാട്ടർമെലൺ കട്ട് ചെയ്തൊക്കെ കൂടെ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേട്ടാ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ.